ചേട്ടാ, ഈ തുരങ്കപാത വരുമ്പോൾ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങളത് എങ്ങനെയാണ് കാണുന്നത്? തുരങ്കപാത ആ, ഈ ആനക്കാമ്പൂല് പ്രദേശത്തെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവിത അഭിലാഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് രണ്ട് തലമുറ പിന്നിൽ തൊട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുക എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നം പൂർത്തിയായതുപോലെയാണ്. ഞങ്ങളിപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു സാധ്യതകൾ അനന്തമാണ്. ഒരു പരിധിവരെ ഈ ആനക്കമ്പൽ എന്ന് പറയുന്നത് ആദ്യകാല കുടിയേറ്റ മേഖലയാണെങ്കിൽ പോലും ഇതുവരെ വേണ്ടത്ര ഒരു സൗകര്യങ്ങൾ എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. പല രീതിയിലുണ്ടെന്ന് കൃഷിയാണെങ്കിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി രോഗങ്ങളുമൊക്കെ ആയിട്ട് കൃഷി പരാജയപ്പെട്ട ഒരു മേഖലയാണിത്. അപ്പോൾ അതുപോലെ തന്നെ അടിസ്ഥാന വികസന രംഗത്താണെങ്കിൽ പോലും വേണ്ടത്ര ഒരു വികസനം എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ തുരങ്കം വരിക എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കാൻ കഴിയാത്ത എത്രയോ മടങ്ങ് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ട്. പ്രകൃതിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മലനിരകൾ നിൽക്കുന്ന സ്ഥലമാണിത്. വെള്ളരിമല എന്ന് പറയുന്നത് ആനമുടി കഴിഞ്ഞാൽ അടുത്ത പർവ്വതമാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന നമ്മുടെ ലക്കിടി പോലെയുള്ള സ്ഥലങ്ങൾ ഈ വെള്ളരി ഒരു പരിധിവരെ അതിൻ്റെ ശാസ്ത്രം പറയുകയാണെങ്കിൽ വെള്ളരിമലയിൽ തട്ടി മേഘം പെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ശരി. അപ്പോൾ അതുപോലെ തന്നെ കാടാണെങ്കിൽ തന്നെ പ്രകൃതി വളരെ സൗന്ദര്യമുള്ള ഒരു. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനമായിരിക്കും ഈ തുരങ്കപാത. തീർച്ചയായിട്ടും അതെല്ലാം ജനങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പരിധിവരെ ഈ മേഖലയിലേക്ക് ആൾക്കാർ കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ചേട്ടൻ കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് ഭാരവാഹിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു പ്രവൃത്തി വരുമ്പോൾ നിങ്ങൾ അതിൽ ഒരു രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചാണോ? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമെന്നുള്ളതല്ല. ഇത് ഞങ്ങളുടെ ഒരു ജീവിത പ്രശ്നമാണ്. ഇതിൽ എല്ലാവരും പഴയ കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാർ CPM-ൻ്റെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ ഉണ്ട്, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അപ്പോൾ അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം സ്വാഗതം ചെയ്തു. രാഷ്ട്രീയമില്ല, നിങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നാളിതുവരെ നടന്ന പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരും ഒരുമിച്ച് അതിനകത്ത് രാഷ്ട്രീയമൊന്നും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവിടെ അപ്പോൾ ഇങ്ങനൊരു പദ്ധതി ഏതായാലും യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പുറകിൽ പ്രവർത്തിച്ച സർക്കാരിൻ്റെ മികവിനെ താങ്കൾ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുൻ സർക്കാരും ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിരുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ആദ്യം ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചത് കെ മാണി സാറ് ഇരിക്കുന്ന UDF സർക്കാരാണ്. 10 കോടി രൂപ ഇതിൻ്റെ ഒരു സർവേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിന് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ജോർജിൻ തോമസ് MLA-യുടെ ഒരു ഇച്ഛാശക്തി അതിൻ്റെ പിന്നിൽ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഒരു പരിധിവരെ ഇത് ഈ നിലയിൽ എത്തിച്ചത് എന്ന്. നിങ്ങൾ അംഗീകരിച്ചു? തീർച്ചയായിട്ടും അത് അദ്ദേഹത്തോട് തന്നെ നമ്മൾ നേരിട്ട് ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ പോലും അദ്ദേഹത്തോട് പലപ്പോഴും ഇതിൻ്റെ ആശയവിനിമയം നടത്താറുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, പ്രയത്നം അതിനെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്.